ആദ്യം അവരുടെ പെർഫോമൻസ് ചെയ്ത് ആദ്യം ഒരാൾക്ക് റാങ്ക് കൊടുക്കുക, സെക്കൻഡ്, പിന്നെ അങ്ങനെ നമ്മൾ ഹയസ്റ്റ് ലോവസ്റ്റിൽ നിന്ന് പെർഫോമൻസ് അനുസരിച്ച് റാങ്ക് ചെയ്യുന്ന റാങ്കിങ് മെത്തേഡ്. രണ്ടെന്ന് പറയുന്നത് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത് ഒരു സ്കെയിൽ ഗ്രാഫിക് നമ്മൾ എന്തെന്ന് പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ റേറ്റിംഗ് കൊടുക്കുക എന്നൊക്കെ പറയത്തില്ല. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ലൈക്ക് ഇപ്പം ഈ ഹോട്ടൽസിനൊക്കെ നിങ്ങളിപ്പം 5 സ്റ്റാർ 4 സ്റ്റാർ അങ്ങനെയൊക്കെ കൊടുക്കുക, 2 സ്റ്റാർ. സോ അതൊക്കെ ഒരു ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലാണ്. സോ അത് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഉണ്ട്. പിന്നെ 360 ഡിഗ്രി ഫീഡ്ബാക്ക്. 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഇപ്പം നമ്മുടെ എല്ലാ എംപ്ലോയീസിൻ്റെയും പിന്നെ എല്ലാവരുമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്ത് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ട് നമ്മൾ എന്താണ് ഒരു പെർഫോമൻസ് അപ്രോച്ചും കാര്യങ്ങളും കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ബാസ് വിച്ച് ഇസ് എന്താണ് ബിഹേവിയർലി ആങ്കർ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പോൾ റേസ് എംപ്ലോയർ ബിഹേവിയർ ബൈ കമ്പയർ വിത്ത് സ്പെസിഫിക്. ഇപ്പം കമ്പയറിങ് ചില ബിഹേവിയർ റിലേറ്റഡ് നമ്മളെന്താണ് റേറ്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന ചില സ്പെസിഫിക് ബിഹേവിയേഴ്സ് റിലേറ്റഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് ബിഹേവിയർലി ആങ്കർ റേറ്റിംഗ് സ്കെയിൽ വിച്ച് ഇസ് കോൾഡ് ബാസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് അവരുടെ അച്ചീവ്മെൻറ്റ്സിനെയൊക്കെ അച്ചീവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്ത് സ്കെയിൽ ചെയ്യുന്ന കൊടുക്കുന്നതാണ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് MBO എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എന്താ അസസ്മെൻറ്റ് സെൻറ്റർ മെത്തേഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഗ്രൂപ്പ് എക്സസൈസ് ആണ് വിച്ച് ഇസ് നമ്മളെ ടെസ്റ്റ്, റോൾ പ്ലേ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ. അസസ്മെൻറ്റ് സെൻറ്റർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ചില ഗ്രൂപ്പായിട്ട് നമ്മൾ എന്താണ് ചിലപ്പോൾ അവർക്ക് പ്രസൻറ്റേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ കൊടുക്കും, ചിലപ്പോൾ അവർക്ക് ഒരു റോൾ പ്ലേ കൊടുക്കും അല്ലേ, ഇന്നത് ആക്ട് ചെയ്യാൻ രീതിയിൽ ആ രീതിയിൽ കൊടുക്കും. ചിലപ്പം ഗ്രൂപ്പ് എക്സസൈസ്, ഗ്രൂപ്പ് ടെസ്റ്റ് കാര്യങ്ങൾ നടത്തിയിട്ട് ഗ്രൂപ്പ് റിലേറ്റഡ് വെച്ചിട്ട് ഒരു എക്സസൈസ് നടത്തുന്നതാണ്. അപ്പം അതിലൂടെ നമ്മൾ എന്താണ് അസസ് ചെയ്യുന്നതാണ് എന്താണ് ഈ പറയുന്ന അസസ്മെൻറ്റ് സെൻറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്യാം. ദാറ്റ്സ് വാട്ട്. പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ഡിമോഷൻ. ഓക്കെ, അതിലോട്ടാണ് പോകുന്നത്. പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ഡിമോഷൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നമ്മളിപ്പം നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ തന്നെ എന്താണ് ഹയർ പൊസിഷനിലോട്ട് കൊടുക്കുന്നതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലേ. അവർക്ക് മോർ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഹയർ പൊസിഷനിലോട്ട് പോകുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസും അതോറിറ്റിയും കാര്യങ്ങളെല്ലാം എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. കുറേ നമുക്ക് അവർക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് ഹയർ ഇത് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ്സ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്താണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ജോബ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് ആവാം, ലൊക്കേഷൻ ആവാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആവാം, അങ്ങനെ എന്താവാം. ദാറ്റ് ഈസ് വാട്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പം ഇതിൻ്റെ ഓക്കെ അത് നമ്മൾ മുന്നോട്ട് പറയും. ഡിമോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിമോഷൻ എന്ന് പറയുന്നത് ഡിമോഷൻ എന്ന് പറയുന്നത് അവർക്കൊരു ഹയർ പൊസിഷൻ നമ്മൾ കൊടുത്തിട്ട് ഒരു താഴ്ന്ന ലെസ് അതോറിറ്റി രീതിയിൽ താഴ്ത്തി കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിമോഷൻ. ലോവർ പൊസിഷനിലോട്ട് കൊടുക്കുന്നതാണ്, ഹയർ പൊസിഷനിൽ ലോവർ പൊസിഷനിലോട്ട് കൊടുക്കുന്നതാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പേർപ്പസ്, പ്രൊമോഷൻ്റെ പേർപ്പസ് എന്താണ്? പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഗുഡ് പെർഫോമൻസ് അനുസരിച്ച് ഇതിലൂടെ അവർ എംപ്ലോയീസ് മോട്ടിവേറ്റ് ആയിരിക്കും, അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും അല്ലേ നമ്മൾ പ്രൊമോഷൻ കൊടുക്കുന്നത് അല്ലേ. പിന്നെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പം to bring better utilization of talent, solve personal problems or for organization. ഒന്നെങ്കിൽ നമ്മൾ എന്താണ് ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമുക്കിപ്പം നമ്മളൊരാളെ ട്രാൻസ്ഫർ ചെയ്യുമ്പം എന്താണ് ചിലപ്പോൾ നമ്മുടെ വേറൊരു ബ്രാഞ്ചിൽ പെട്ടെന്ന് ഇപ്പം ഈ ഒരു പൊസിഷനിൽ ഇപ്പം ഒരു ഫിനാൻസിൽ ഒരു പൊസിഷനിൽ ഒരാളെ വേണം, നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ പറയുന്ന നമ്മളിപ്പോൾ കറണ്ട് ബ്രാഞ്ചിൽ ഒരാളുണ്ട്, സോ അയാളെ അപ്പുറത്തെ ബ്രാഞ്ചിലോട്ട് ആക്കാമെന്ന് വിചാരിക്കുന്നത് വിച്ച് ഇസ് ട്രാൻസ്ഫർ. അത് വേറൊരു ചിലപ്പം നല്ല ഡിസ്റ്റൻസ് ആണ്, ഒരാളെ തൃശ്ശൂരിൽ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മൾ അയാളെ തൃശ്ശൂരിലോട്ട് മാറ്റുകയാണ്. പക്ഷേ അയാളുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷെ നമ്മൾ അയാളെ മാറ്റുകയാണ്. ഇതൊക്കെ ചിലപ്പം അയാളെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളത് മാറ്റാം. ഓക്കെ, പിന്നെ ഡിമോഷൻ എന്ന് പറയുന്നത് ഡിമോഷൻ നമ്മൾ കൊടുക്കുന്നത് ലോവർ ഇതിലോട്ട് നമ്മൾ മാറ്റുന്നത് എന്താണ്, അയാളുടെ പെർഫോമൻസ് പുവറാണെന്ന് അയാളെ മനസ്സിലാക്കുകയാണ്, അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നേച്ചർ എന്ന് പറയുന്നത് എന്താണ്?
പ്രൊമോഷൻ ഗ്രാജുവലി എന്താണ് അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് അല്ലേ, ഹയർ പൊസിഷൻ കൊടുക്കണം. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് കോൾഡ് ആസ് അപ്വേർഡ് മൂവ്മെൻറ്റ്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ്. കാരണം എന്താണ് നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാളുടെ പൊസിഷനോ കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല, സെയിം പൊസിഷനൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണ് വേറൊരു എന്താണ് ജോബിൽ നമ്മളൊരു വേറൊരു ലൊക്കേഷനിൽ നമ്മൾ അയാളെ ഷിഫ്റ്റ് ചെയ്യാണ് അല്ലേ. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് കോൾഡ് ആസ് എന്താണ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. പിന്നെന്താണ് അത് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഹൈറാക്കി നമ്മൾ എന്താണ് അയാളെ ഡിപ്പെൻസ് ഓൺ ദ പെർഫോമൻസ് അനുസരിച്ചാണെന്ന് പറഞ്ഞല്ലോ. ദാറ്റ് ഇസ് വാട്ട് ഇത് ഓർഗനൈസേഷൻ ഹൈറാക്കി അനുസരിച്ചിട്ടാണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഫ്രം ലോവർ ടു ലോവിൽ നിന്ന് ഹയറിലോട്ട് പോവാണ്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അനദർ സെയിം ലെവലിൽ വൺ ജോബ് ടു അനദർ ലൊക്കേഷൻ സെയിം ലെവലിലായിരിക്കും പോകുന്നത്. ഡിമോഷൻ എന്ന് പറയുന്നത് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ട് പോവാണ്. അതോറിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസസ്. ഇതിൽ പ്രൊമോഷനിൽ അവരുടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി നമ്മൾ പ്രൊമോഷൻ ഹൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സെയിം ലെവൽ ഓഫ് അതോറിറ്റി. ട്രാൻസ്ഫറിൽ എന്താണ് അത് ലെവൽസ് എല്ലാം എന്താണ് സെയിം ആയിരിക്കും. അവർ സെയിം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. അതൊന്നും ചേഞ്ചസ് ഒന്നും വരത്തില്ല, ലൊക്കേഷൻ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഓക്കെ. ഡിമോഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അവർ ഓൾറെഡി നല്ല റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരാളൊക്കെ തന്നെയാണ്, പക്ഷെ അതിൽ ലോവർ പൊസിഷനിലോട്ട് നമ്മളിവിടെ കൊണ്ടുവന്നു. സോ അവിടെ അങ്ങനെ ലോവർ ഇതിൽ കൊണ്ടുവരുമ്പോൾ തന്നെ എന്താണ് അവരുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസ് അവിടെ എന്താണ് ഡിക്രീസ് ചെയ്യുകയാണ്. പിന്നെ പ്രൊമോഷൻ്റെ കേസിൽ നമ്മൾ സാലറി കേസസ് ഒക്കെ പറയുകയാണെങ്കിൽ യൂഷ്വലി എന്താണ് നമ്മളൊരാളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലേ, ഇപ്പോൾ ഹയർ പൊസിഷനിലോട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മളെന്താണ് അയാളുടെ സാലറിയും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യിക്കും. ട്രാൻസ്ഫർ എന്ന് പറയുമ്പം ചിലപ്പോൾ ബിക്കോസ് ചിലപ്പോൾ അത് ചേഞ്ച് ചെയ്യാവാം, ചിലപ്പോൾ ചേഞ്ച് ചെയ്യത്തില്ല. കാരണം മെയിൻലി അത് സെയിം തന്നെയാണ്, പക്ഷേ സെയിം തന്നെയാണെന്ന് പറയാം. ബട്ട് ജനറലി മേ ബി സംതിങ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ജനറലി പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് റിമെയിൻസ് ദ സെയിം, സാലറി സെയിം ആണ്. ബിക്കോസ് എന്താണ് അവർക്ക് പൊസിഷനോ കാര്യങ്ങളോ ഇൻക്രീസ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, സെയിം പൊസിഷൻ തന്നെയാണല്ലോ കൊടുക്കുന്നത്. ദാറ്റ്സ് വാട്ട്. ഡിമോഷൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഹയർ പൊസിഷനിലോട്ട് ലോവർ പൊസിഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ എന്താണ് സാലറിയും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ആവും. ഓക്കെ. പിന്നെ പ്രൊമോഷൻ എന്താണ് എംപ്ലോയി ഇമ്പാക്റ്റ്. അവർ പ്രൊമോഷൻ വരുമ്പോൾ എന്താണ് അത് എന്താണ് നമ്മുടെ എംപ്ലോയീസിനും കാര്യങ്ങൾക്കും എന്താണ് അവർക്ക് ഹയർ മോട്ടിവേഷനും കാര്യങ്ങളും അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ വരികയാണ് അല്ലേ. സോ ദാറ്റ് ഇസ് ഫോർ പ്രൊമോഷൻ. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് നമ്മളൊരാളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് ഒരു പൊസിഷനും കാര്യങ്ങളും എന്താണ് പൊസിഷനും കാര്യങ്ങളും ഒന്നും വ്യത്യാസം വന്നെങ്കിലും ദേ ആർ ഡൂയിങ് ദ സെയിം ഡ്യൂട്ടി. പക്ഷെ എന്താണ് അവരുടെ ഉള്ളിൽ എന്താണ് ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ്. ചിലപ്പോൾ എന്താണ് നമ്മളൊരു ട്രാൻസ്ഫർ നൽകുമ്പോൾ ചിലപ്പോൾ അവിടെ അയാൾക്ക് എന്താണ് കുറച്ച് ഡെവലപ്മെൻറ്റ്സ് കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അയാൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് എന്താണ് ഹെൽപ്സ് ഇൻ ഡെവലപ്പ്. മേ ബി ഫ്യൂച്ചർ ഇതിന് വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും, വിച്ച് ഇസ് ട്രാൻസ്ഫർ. ഡിമോഷൻ എന്ന് പറയുമ്പം മോട്ടിവേഷൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പം ഡിമോഷൻ നമ്മളൊരാളെ ഹയറിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരുമ്പോൾ അല്ലേ ചിലപ്പോൾ അയാൾക്ക് എന്താണ് മുന്നോട്ട് ഇനി എനിക്ക് ഇതിൻ്റെക്കാട്ടി നല്ലോണം ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ തെറ്റ് എനിക്ക് മാറ്റണം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് എന്താണ് അവർക്കൊരു മോട്ടിവേഷൻ കൊണ്ടുവരാം അല്ലേ. ദാറ്റ് ഇസ് വാട്ട്. ഇനി എന്താണ് പ്രൊമോഷനിൽ എക്സാമ്പിൾ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് പ്രൊമോട്ടഡ് ടു സെയിൽ മാനേജർ ആൻഡ് എംപ്ലോയി മൂവ് ഫ്രം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു HR ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ട്രാൻസ്ഫർ ആവുകയാണ് അല്ലേ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു HR ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ആവുന്നത് എന്താണ് അത് മൂവ് ചെയ്യുന്നത് ട്രാൻസ്ഫർ, പക്ഷേ ലെവൽ സെയിം ആണല്ലേ. ഇപ്പോൾ ഒരാളെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും HR ഡിപ്പാർട്ട്മെൻറ്റിലും ോട്ട് നമ്മൾ ഇതാക്കുവാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അയാളുടെ പൊസിഷനും അല്ലെങ്കിൽ അയാളുടെ ഒരു റോളും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് വരികയാണ്. അല്ലെങ്കിൽ അയാൾ ഒരു അയാളുടെ പൊസിഷൻ റിലേറ്റഡ് വെച്ച് നോക്കുമ്പോൾ പേര് വേറെ ആണെങ്കിൽ ഒരു പൊസിഷൻ റിലേറ്റഡ് നോക്കുമ്പോൾ എന്താണ് സെയിം ആണ്. ഡിമോഷൻ ബ്രാഞ്ച് മാനേജർ ഡിമോട്ടഡ് ടു അസിസ്റ്റന്റ് മാനേജർ. ബ്രാഞ്ച് മാനേജറായിട്ട് ആയിരുന്ന ഒരാൾ അസിസ്റ്റന്റ് മാനേജറായിട്ട് പോകുമ്പോൾ എന്താണ് അത് ഡിമോഷനാണ്. ഓക്കെ. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ. പിന്നെ നമ്മളിനി പറയാൻ പോകുന്നത് കരിയർ പ്ലാനിങ് ആൻഡ് കരിയർ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്യാം. എന്താണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്?
കരിയർ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫൈസ് കരിയർ ഗോൾസ്. കരിയർ പ്ലാനിംഗ് എന്ന് പറയുമ്പം ഇപ്പം ഇപ്പോൾ എൻ്റെ കരിയർ ഞാൻ തന്നെ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യണം, ഇതൊക്കെ എന്താണ് കരിയർ പ്ലാനിങ്. അത് ആരാ ചൂസ് ചെയ്യുന്നത്? നമ്മൾ തന്നെയാണല്ലേ ചൂസ് ചെയ്യുന്നത്. ഈ കരിയർ പ്ലാനിങ് ഡൺ ബൈ ദ എംപ്ലോയി ഇറ്റ് സെൽഫ്. നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എന്തെന്ന് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് കരിയർ ഗോൾസ് ആൻഡ് പ്ലാനിങ് ഹൗ ടു അച്ചീവ് ദം. നമ്മൾ തന്നെ ചെയ്യുന്നത് നമ്മുടെ എന്താണ്, നമ്മൾ കരിയർ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് എങ്ങനെ ഇപ്പം ഞാൻ കരിയർ ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് കരിയർ പ്ലാനിങ്ങും. കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് പോകുന്നത്, അത് ഓർഗനൈസേഷനിലെ സപ്പോർട്ട്. കരിയർ പ്ലാനിങ് ഇൻഡിവിജ്വൽ ഗോൾസ് ആണ്, നമ്മുടെ ഗോൾസ് ആണ് അല്ലേ. അത് ടൈംസ് ഓഫ് ലോങ് ടേം എന്ന് പറയാം, രണ്ടിൻ്റെ ടൈംസ് ഓഫ് ലോങ് ടേം എന്ന് പറയാം. ഇനി ഓർഗനൈസേഷണൽ സപ്പോർട്ട്, കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനാണ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യും, അവരുടെ സ്കിൽസും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിയർ ഡെവലപ്മെൻറ്റ്. നമ്മളെക്കുറിച്ച് ചിന്തിച്ച് തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് തന്നെ ഗ്രോ ചെയ്യുന്നത് കരിയർ പ്ലാനിങ്ങും. കരിയർ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഹെൽപ്പോടെ കൂടി അവർ നമ്മളെ സ്കിൽസും കാര്യങ്ങളൊക്കെ നോളജും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. കരിയർ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടും കരിയർ പ്ലാനിങ് ഇൻഡിവിജ്വൽ ഗോൾസുമാണ്. നോട്ട് ചെയ്യുക. ഇനി പറയുന്ന കരിയർ പ്ലാനും കരിയർ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയുമ്പോൾ, കരിയർ പ്ലാനിങ് എന്താണ്, നമ്മളെ എംപ്ലോയി തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് കരിയർ പ്ലാനിങ് എംപ്ലോയി തന്നെയാണ് ചെയ്യുന്നത്. കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് എന്താണ് നമ്മുടെ എംപ്ലോയർ ആയിരിക്കും അല്ലേ ചെയ്യുന്നത് അല്ലേ, വിത്തിൻ ദ ഓർഗനൈസേഷൻ ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങളിപ്പം നമുക്കിപ്പം കരിയർ പ്ലാനിങ്ങും ഇതിൻ്റെയും ഡിഫറൻസ് നോക്കാം അല്ലേ. കരിയർ പ്ലാനിങ് പ്രോസസ് സെറ്റിംഗ് കരിയർ ഗോൾസ് ആൻഡ് പ്ലാനിങ് സെസ് ടു അച്ചീവ് ദം. നമ്മൾ തന്നെ ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അതെങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് ഗോൾസൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ എന്താണ് നമ്മുടെ നോളജും സ്കിൽസും എബിലിറ്റീസും നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെയ്യുന്ന ഓർഗനൈസേഷൻ ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഇൻഡിവിജ്വൽ നമ്മൾ തന്നെ എംപ്ലോയി തന്നെയാണ് ഇനിഷ്യേറ്റീവ് ഇതിനെ എടുക്കുന്നത്. കരിയർ ഡെവലപ്മെൻറ്റിന് എന്താണ് ഓർഗനൈസേഷനാണ് വിത്ത് എംപ്ലോയീസ് കൺസെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് കരിയർ പ്ലാനിങ് നമ്മളത് ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. ഫ്യൂച്ചർ നമുക്കിത് വേണമെന്ന് ചിന്തിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ചിന്തിച്ച് നമ്മുടെ ഫ്യൂച്ചറിനെ റിലേറ്റഡ് ചെയ്ത് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ കരിയർ ഗോൾസ്, കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ഗ്രോത്തും കമ്പനിയുടെ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് ആണെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഓറിയൻറ്റഡ് ആണ്. രണ്ടും ലോങ് ടേം ആണ് അല്ലേ. ഷോർട്ട് ടേം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല ഒന്നും. കരിയർ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് അച്ചീവ് ചെയ്യുന്നത് ഒന്നും ഷോർട്ട് ടേം അല്ല. ഇറ്റ് ഇസ് എവറിത്തിങ് ഇസ് ബോത്ത് ആർ ലോങ് ടേം. കരിയർ പ്ലാൻ ചെയ്യുന്നപ്പോൾ നമ്മൾ കരിയർ പ്ലാൻ ചെയ്യുന്നത് എന്താണ്, സെൽഫായിട്ട് ചെയ്യുന്നത്. അത് സെൽഫ് പ്ലാനിങ് ആണ്. മറ്റേത് ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്യാണ്. ഇപ്പം കരിയർ പ്ലാനിങ്ങിൽ ഞാൻ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്, എനിക്കിപ്പോൾ ഒരു മാനേജർ ആവണം എന്ന രീതിയിൽ കറണ്ട് പൊസിഷനിൽ നിന്ന് മാനേജർ ആവണം. അതിനായിട്ട് ഇപ്പം ഞാൻ എക്സാംസ് അല്ലെങ്കിൽ നമ്മുടെ എക്സാംസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സ്കില്ല് ബിൽഡ് ചെയ്യാനായിട്ട് സ്കിൽസും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ പേഴ്സണലൈസ്ഡ് ചോയ്സ് ആണല്ലേ. എനിക്ക് മാനേജർ ആവണം എന്ന രീതിയിലുള്ളത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പം ഞാൻ HR പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ നാളെ HR മാനേജറിൽ ആവണമെന്ന് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഡിസൈഡിങ് ടു ബിക്കം മാനേജർ. എന്നിട്ട് അത് റിലേറ്റഡ് നമ്മൾ എക്സാംസും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കരിയർ പ്ലാനിങ്. നെക്സ്റ്റ് കരിയർ ഡെവലപ്മെൻറ്റിലോട്ട് വരുമ്പം ഓർഗനൈസേഷൻ്റെ ഹെൽപ്പോടെ നമ്മൾ എന്താണ് ട്രെയിനിങ് പ്രോഗ്രാംസും ജോബ് റൊട്ടേഷൻസും മെൻറ്ററിങ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ എന്താണ് ഓർഗനൈസേഷൻ്റെ ഹെൽപ്പോടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോടെ നമ്മൾ ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് വാട്ട് എന്താണ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, നേരത്തെ ഇതിൻ്റെ മുമ്പുള്ള PPTയിൽ പറഞ്ഞിട്ടുണ്ട്. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റ് നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ പൊസിഷൻസും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും അവരുടെ വർക്ക്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാ ഇതിൽ നിന്നുകൂടി നമുക്ക് എന്താണ്
അറിവുകൾ നമുക്ക് എന്താണ് അറിയാൻ ശ്രമിക്കുക അല്ലേ, എല്ലാ നോളജ് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് കരിയർ ജോബ് റൊട്ടേഷൻ ഇസ്. ഇതിൻ്റെ കരിയർ പ്ലാനിൻ്റെ ഔട്ട്കം എന്താണ്? നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ കരിയർ ഗോൾസ് അച്ചീവ് ചെയ്യുകയാണ്. കരിയർ ഡെവലപ്മെൻറ്റിൻ്റെയോ നമ്മുടെ പെർഫോമൻസും ഗ്രോത്തും ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്താണ് ഇതിൽ ഓർഗനൈസേഷൻ റിലേറ്റഡ് ഓവറോൾ ഗ്രോത്ത് വരുന്നതാണ്. ഓക്കെ, ഇനി എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് കരിയർ ഡെവലപ്മെൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് കരിയർ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. ഒന്നെന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ അല്ലേ. പല കരിയർ എക്സ്പ്ലോറേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽസ് എന്താണ് പല കരിയർ ഓപ്ഷൻസ് അതിൽ കാണും. സിമ്പിൾ മീനിങ് എന്താണ് നമുക്ക് പറയുകയാണെങ്കിൽ, ഈ സ്റ്റേജ് എന്ന് പറയും എക്സ്പ്ലോറേഷൻ സ്റ്റേജിൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻസ് അവരുടെ മുന്നിൽ അതിൽ കാണും. ഇപ്പം ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം പുള്ളിക്കാരി അവർ തിങ്ക് ചെയ്യാണ് ലൈക്ക് ഇപ്പം എനിക്ക് HR ആവണോ, അല്ലെങ്കിൽ HR പ്രൊഫഷണൽ ചൂസ് ചെയ്യണോ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചൂസ് ചെയ്യണോ, ഒരു ടീച്ചറായിട്ട് ചൂസ് ചെയ്യണോ. സോ എക്സ്പ്ലോറേഷൻ സ്റ്റേജിൽ എന്ന് പറയുന്നത് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണും. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ദാറ്റ് ഈസ് കുറേ ഓപ്ഷൻസ് ഉള്ളതാണ് എക്സ്പ്ലോറേഷൻ സ്റ്റേജ്. എസ്റ്റാബ്ലിഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റാബ്ലിഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഗെറ്റ്സ് എ ജോബ് ആൻഡ് സ്റ്റാർട്ട്സ് ബിൽഡിംഗ് ദ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റേജിൽ ആ പേഴ്സണിൽ ആ സ്റ്റേജിൽ ആ പേഴ്സണിന് ആ ജോബ് കിട്ടുകയും അത് റിലേറ്റഡ് എന്നിട്ട് അതിൽ നിന്നിട്ട് എന്താണ് അവരവരുടെ കരിയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതാണ് എക്സ്പ്ലോറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നെന്ന് പറയുന്നത് അഡ്വാൻസ്മെൻറ്റ് സ്റ്റേജാണ്. ഇൻഡിവിജ്വൽ ഗ്രോസ് ആൻഡ് ടേക്സ് ഓൺ മോർ റെസ്പോൺസിബിലിറ്റി. അഡ്വാൻസ്മെൻറ്റ് സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്? അതെന്ന് പറയുന്നത് ദ എംപ്ലോയി ഗെറ്റ്സ് ആ സ്റ്റേജിൽ എന്ന് പറയുന്നത് അവർക്ക് പ്രൊമോഷൻസും കാര്യങ്ങളും കിട്ടുകയും അവരെന്താണ് മോർ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും വരും. അതിലൂടെ അവർ ഗ്രോ ചെയ്യാണ്. ദാറ്റ് ഈസ് വാട്ട് അഡ്വാൻസ്മെൻറ്റ് കമ്മിങ്. ഓക്കെ, പിന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മെയിൻറ്റെയിൻസ് പൊസിഷൻ ആൻഡ് അപ്ഡേറ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് സ്റ്റേജിൽ നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് ഗ്രോയിങ് ഇൻ ദ കരിയർ ത്രൂ മെയിൻ്റനൻസ് സ്റ്റേജിൽ നമുക്ക് പറയാം ദ എംപ്ലോയി മെയിൻറ്റെയിൻസ് ദ പൊസിഷൻ ആൻഡ് കീപ് ഇംപ്രൂവിങ് ദ സ്കിൽസ്. അവരുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്താണ് അവരുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് എന്താണ് ഈ പറയുന്ന മെയിൻ്റെനൻസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഇപ്പോൾ HR മാനേജർ പൊസിഷൻ ഞാൻ ഓൾറെഡി ഒരു കറക്റ്റ് എന്താണ് എൻ്റെ ഒരു ഹൈ സ്കിൽ പൊസിഷനിലെത്തി. ഇനി എൻ്റെ ഇതെന്ന് പറയുന്നത് ഞാൻ എന്താണ് എൻ്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അങ്ങനെ ചിന്തിക്കുന്നതാണ് മെയിൻ്റെനൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റേജ് എന്താണ്? ഡിക്ലൈൻ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്. ആ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സീനിയർ എംപ്ലോയി ട്രെയിൻസ് ഇപ്പോൾ ഡിക്ലൈൻ സ്റ്റേജിൽ എന്താണ് അവർ നമുക്കതെങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ എംപ്ലോയി പ്രിപ്പയർസ് ടു റിട്ടയർ ഓൾറെഡി എന്താണ് അവർ റിട്ടയർമെൻറ്റ് സ്റ്റേജിലെത്തിയും എന്താണ് എന്നിട്ട് അവർ ഒരു ന്യൂ ഫേസ് ഓഫ് ലൈഫിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് എന്താണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായാലോ? അത് നിങ്ങൾക്ക് പ്രിപ്പയറിങ് ഫോർ അവരുടെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ലാസ്റ്റ് സ്റ്റേജാണ്. അത് കഴിഞ്ഞിട്ട് അവർ നെക്സ്റ്റ് ഫേസിലോട്ട് അവർ പോവുകയാണ്. ദാറ്റ് ഈസ് വാട്ട് റിട്ടയർമെൻറ്റ് അല്ലേ. ഓക്കെ, അതാണ് നമ്മുടെ കരിയർ പ്ലാനിങ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പൻസേഷൻ ആൻഡ് എംപ്ലോയി റിട്ടൻഷൻ അല്ലേ. എന്താണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? കോമ്പൻസേഷൻ എന്ന് പറയുമ്പം വിച്ച് ഇസ് വാട്ട് എന്താണ് കോമ്പൻസേഷൻ സാറ്റിസ്ഫൈസ് എംപ്ലോയീസ് നീഡ്സ് ആൻഡ് മോട്ടിവേറ്റ്സ് ദം വൈൽ എംപ്ലോയി റിട്ടൻഷൻ ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ റീറ്റെയിൻ വാല്യൂ ടാലൻറ്റ് ആൻഡ് റെഡ്യൂസ് ടേൺ ഓവർ അല്ലേ. എന്ന് പറയുമ്പോൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ ഇപ്പം നമ്മൾ അവരുടെ കോമ്പൻസേഷനും കാര്യങ്ങളും ഇപ്പം കുറച്ച് സാലറിയും കാര്യങ്ങളും കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ള ഒരു എന്താണ് ഇൻകം അവർക്ക് കൊടുക്കുക, സാലറി അവർക്ക് കൊടുക്കുക, ഇതൊക്കെ എന്താണ് കോമ്പൻസേഷൻ ആണ് അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ബെറ്റർ ജോബ് സെക്യൂരിറ്റീസ് കൊടുക്കുക, ഇതൊക്കെ എന്താണ് കോമ്പൻസേഷനിൽ അങ്ങനെ റിലേറ്റഡ് വരുമ്പോൾ എന്താണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഹൈ ആയിരിക്കും, അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. എംപ്ലോയി റിട്ടൻഷൻ എന്ന് പറയുന്നത് റിട്ടൻഷൻ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിലൂടെ നമ്മൾ എന്താണ് എംപ്ലോയി ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യണം. കറണ്ടായിട്ടുള്ള നിൽക്കുന്ന എംപ്ലോയീസിന് അവർക്ക് എന്താണ് അവരുടേതായിട്ടുള്ള പൊസിഷൻ റിലേറ്റഡ് കാര്യങ്ങൾ ഇപ്പം കറക്റ്റായിട്ടുള്ള സാലറിയും കാര്യങ്ങളും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പൊസിഷൻ അവർക്ക് കുറച്ച് എന്താണ് നല്ല എന്താണ് എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ സ്കില്ലനുസരിച്ച് എന്താണ് അവർക്ക്
അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് അപ്രൈസലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ കുറയുകയും എംപ്ലോയി റിട്ടൻഷൻ അവിടെ കുറയും. എന്ന് വെച്ചാൽ ഒരു എംപ്ലോയി ജോയിൻ ചെയ്തിട്ട് അവർ ഡിസാറ്റിസ്ഫൈ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിക്കും. സോ അതൊക്കെ എന്താണ് അങ്ങനെ ഒരു ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യുന്നതാണ് എംപ്ലോയി റിട്ടൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ കറൻറ്റ്ലി നമുക്കുള്ള എംപ്ലോയീസിനെ എന്താണ് മാക്സിമം എന്താണ് ഹാപ്പി ആക്കുക. ദാറ്റ് ഇസ് വാട്ട് കോമ്പൻസേഷൻ ഇസ് ടുവേർഡ്സ് എന്താണ് റിവാർഡ്സ്. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്താണ് എംപ്ലോയീസിന് റിവാർഡ്സ് അവരുടെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്നതാണ് ഈ പറയുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ഫോർ അവരുടെ സർവീസിന് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അതിൽ ഫങ്ഷണലും ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സും വരുന്നുണ്ട് അല്ലേ. കോമ്പൻസേഷൻ നമ്മൾ ഫിനാൻഷ്യൽ രീതിയിലും കൊടുക്കാം, നോൺ ഫിനാൻഷ്യൽ രീതിയിലും കൊടുക്കാം. ഇത് ജസ്റ്റ് വായിച്ച് വെക്കുക. ഈ ഒന്ന് ഫിനാൻഷ്യലും ഉണ്ട്, നോൺ ഫിനാൻഷ്യലും ഉണ്ട്, വിച്ച് ഇസ് ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഡയറക്റ്റ്, നോൺ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റും ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ് ഡയറക്റ്റ്ലി കൊടുക്കുന്നത് മോണിറ്ററി ടേംസ് ആണ് അല്ലേ, മണി റിലേറ്റഡ് ആണ്. ഇൻഡയറക്റ്റ് നോൺ മോണിറ്ററി റിലേറ്റഡ് ആണ്. ഡയറക്റ്റ് റിലേറ്റഡ് മോണിറ്ററി റിലേറ്റഡ് നമ്മൾ കൊടുക്കുന്നത് എന്താണ് ലൈക്ക് നമ്മുടെ ബേസിക് പേ അല്ലെങ്കിൽ വേജസ്, അവരുടെ അലവൻസ് കാര്യങ്ങൾ, ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കുന്നത്, കൺവെയൻസ് അലവൻസ്, ഇൻസെൻറ്റീവ്സും ബോണസും കാര്യങ്ങളും, കമ്മീഷൻ ആണെങ്കിലും പ്രോഫിറ്റ് ഷെയറിംഗ് ആണെങ്കിലും ഗ്രാറ്റുറ്റി, ലീവ് എൻകാഷ്മെൻറ്റ്, ഇതൊക്കെ എന്താണ് ലീവ് എൻകാഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ അഡീഷണലി വർക്ക് ചെയ്യും, ഇപ്പം അയാളുടെ ലീവ് എടുക്കാതിരുന്നിട്ട് എന്താണ് അയാൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ലീവ് എടുക്കാതിരുന്നത് കൊണ്ട് തന്നെ എന്താണ് അയാൾക്ക് ആ സാലറി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് കൊടുക്കുക. സോ ഇതൊക്കെ ദാറ്റ് ഇസ് വാട്ട് ഇതൊക്കെയാണ് എന്താണ് മോണിറ്ററി ടേംസിൽ നമുക്ക് അവരുടെ പെർഫോമൻസ് റിലേറ്റഡ് കൊടുക്കുന്നത്. ഓക്കെ, കോമ്പൻസേഷൻ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നോൺ മോണിറ്ററി ആണ്. അത് നമ്മൾ എന്താണ് മെഡിക്കൽ ഫെസിലിറ്റീസ്, PF, ഇൻഷുറൻസ്, പെയ്ഡ് ലീവ് കൊടുക്കുക അല്ലേ, ലീവ് നമ്മൾ പെയ്ഡ് ആയിട്ട് കൊടുക്കുക, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട്. അതൊക്കെ ഫിനാൻഷ്യൽ രീതിയിൽ വരുന്നതല്ലല്ലോ, അവർക്ക് സെക്യൂരിറ്റി റിലേറ്റഡ് കൊടുക്കുന്നില്ല. ദാറ്റ് ഇസ് വാട്ട് നോൺ ഫിനാൻഷ്യൽ കമ്മിങ്. പിന്നെ നിങ്ങൾ എന്താണ് ഇതൊക്കെ വായിച്ചു നോക്കുക, ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, സ്ട്രാറ്റജീസ് ഫോർ എംപ്ലോയി റിട്ടൻഷൻ. എംപ്ലോയീസിനെ നമ്മൾ എന്താണ് അവർ പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്ന അവർക്ക് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് കൊടുക്കുക. രണ്ടെന്ന് പറയുന്ന അവരുടെ കരിയർ, അവർ ഈ കമ്പനിയിൽ നിൽക്കുമ്പോൾ അവർക്കും വല്ല ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് വേണമല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. സോ അവർക്ക് അത് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ കൊടുക്കുക. അവർക്ക് റെക്കഗ്നീഷൻ, അവരുടെ പെർഫോമൻസും കാര്യങ്ങളും നല്ലതാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സർവീസിനനുസരിച്ച് എന്താണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള എന്താണ് റെക്കഗ്നീഷൻ, അപ്രീസിയേഷനും കാര്യങ്ങളും കൊടുക്കുക. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ഗുഡായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക. അവരെയും എന്താണ് നമ്മളെ ഓരോ കമ്പനീസിൻ്റെ ഓരോ ഗ്രോത്തും കാര്യങ്ങളും ഇൻവോൾവ്മെൻറ്റ്, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നടത്തുക. അവരെയും നമ്മുടെ എന്താണ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും അവരെയും ഇൻവോൾവ് ചെയ്യിക്കുക. ദാറ്റ് ഇസ് വാട്ട്. പിന്നെ ജോബ് സെക്യൂരിറ്റി, ഫെയർ ട്രീറ്റ്മെൻറ്റ്, ജോബ് സെക്യൂരിറ്റി കൊടുക്കുക. എല്ലാവരെയും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുക. എംപവർമെൻറ്റ് ആൻഡ് ഡെലിഗേഷൻ, അതോറിറ്റി ഇപ്പം നമ്മളിപ്പം ഡെലിഗേറ്റ് ചെയ്ത് ഇപ്പം അവർക്കും എന്താണ് ഇപ്പം നമ്മൾ കറൻറ്റ്ലി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവർക്ക് നമ്മൾ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ഓക്കെ ദേ വിൽ ഫീൽ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ആൻഡ് എന്താണ് അവർക്ക് അതിലൂടെയൊക്കെ അവർ മോട്ടിവേറ്റ് ചെയ്യാണ്. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടോ. സോ അതൊക്കെ എന്താണ് നമ്മളെ എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്, അവരെ ഇതിൽ പിടിച്ചു നിർത്തുന്ന ഒന്നാണ്. പിന്നെ പോസിറ്റീവായിട്ടുള്ള ഓർഗനൈസേഷൻ കൾച്ചർ അവർക്ക് കൊടുക്കുക. എംപ്ലോയി ഡിസിഷൻ മേക്കിംഗ്, നമ്മളൊരു കാര്യം നമ്മളിപ്പോൾ ഓർഗനൈസേഷൻ റിലേറ്റഡ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് അവരെയും ഇൻവോൾവ് ചെയ്യിക്കുക. ഇതൊക്കെയാണ് എന്താണ് ഇതിൽ വരുന്നത്, എന്താ എംപ്ലോയി റിട്ടൻഷനിൽ വരുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കുക ബാക്കിയുള്ള കേസൊക്കെ. സ്റ്റാഫിങ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ UGC റിലേറ്റഡ് ആയിട്ടുള്ള നെറ്റ് കൺസെപ്റ്റ്സ് കാര്യങ്ങൾ ഇതിൽ പറയുന്നതാണ്. ഇതെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞിട്ട് പ്രൊമോഷൻ, റിക്രൂട്ട്മെൻറ്റും എലക്ഷൻ, ഇൻറ്റേർണലും എലക്ഷൻ അല്ല, ഇത് സെലക്ഷനാണ്. അതൊന്ന് നോക്കണേ, ഇത് ജസ്റ്റ് മിസ്റ്റേക്കാണ്. ഓക്കെ, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രൊമോഷൻ, ഇതൊക്കെ പറഞ്ഞാണ്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് തറാവാനായിട്ട്. പിന്നെ 1 പേജ് റിവിഷൻ. നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പറഞ്ഞു, സ്റ്റാഫിംഗ് പറഞ്ഞു, കോമ്പൻസേഷൻ ആൻഡ് എംപ്ലോയി റിട്ടൻഷൻ പറഞ്ഞു, പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ഡിമോഷൻ പറഞ്ഞു, പെർഫോമൻസ് അപ്രൈസലിനെ കുറിച്ച് സംസാരിച്ചു, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു, ട്രെയിനിങ് കുറിച്ച് സംസാരിച്ചു, സെലക്ഷൻ, ഇതെല്ലാം പറഞ്ഞാണ്. ജസ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ,
ഇതാണ് നമ്മുടെ ഡേ 5 അല്ലേ, ഡേ 5 നമ്മുടെ സ്റ്റാഫിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും. സോ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ആൻസേഴ്സ് ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് എവരി വൺ ആൻഡ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇഫ് യു ലൈക്ക് ദ വീഡിയോ. സോ നാളെ നമ്മൾ ഡേ 6 ആണ്, നാളെ നമ്മുടെ ഡേ 6 ആണ്. അതിൽ നമ്മൾ എന്നാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിങ്ങിനെ കുറിച്ചായിരിക്കും നാളെ സംസാരിക്കുന്നത്, നാളെ റിവൈസ് ചെയ്യുന്നത്. എൻ്റെ നോട്ട്സ് എല്ലാവരും നല്ലോണം വായിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത്. നിങ്ങൾ ജസ്റ്റ് ആദ്യം വീഡിയോ കേൾക്കുക, പിന്നെ നിങ്ങൾ എന്താണ് നോട്ട്സ് ജസ്റ്റ് വായിക്കുക. സിമ്പിളായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. സോ എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു.